ടെലിവിഷനിലേക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. പരസ്യം ഇങ്ങനെയാണ്: സാമ്പത്തിക തട്ടിപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് വേണം. ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ്. എന്തിനാണ് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട്? ഒരു ബാങ്ക് അക്കൗണ്ട് പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവർ ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും. ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് വേണം എന്ന് കരുതി പോയിട്ട് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുക. കാരണം എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതിനെപ്പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ആയി ബട്ടണിൽ ആഡ് ചെയ്യാം. ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സമ്പാദ്യം നമുക്ക് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതൽ സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഫൈനാൻസ് നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമുക്കൊരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിൻ്റെ ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു എമർജൻസി ബാക്കപ്പ് എന്ന രീതിയിലാണ്. നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ സെർവർ ഡൗൺ ആകാം, ടെക്നിക്കൽ ഗ്ലിച്ച് വരാം. അപ്പോൾ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ വരും. നമുക്ക് ഫ്ലഡിൻ്റെ സമയത്ത് 2018 ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഒരു ബാങ്കിൻ്റെയൊക്കെ സെർവർ ഡൗൺ ആയിരുന്നു ദിവസങ്ങളോളം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും സംഭവിച്ചില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നാലും നമുക്ക് സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മളുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ പണത്തിന്, നമ്മളുടെ സമ്പാദ്യത്തിന് കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. ഒരു ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിലെ മൊത്തം നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമേ നമുക്ക് DICGCയുടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതേസമയം നമുക്ക് ഒന്നിലധികം ബാങ്കുകളിലായിട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓരോ ബാങ്കിലെയും 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ആ 10 ലക്ഷം രൂപ ഒരൊറ്റ ബാങ്കിലിട്ട് ആ ഒരു ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 5 ലക്ഷം രൂപ മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ. 5 ലക്ഷം രൂപയ്ക്ക് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. അതേസമയം നിങ്ങൾ ആ 10 ലക്ഷം രൂപ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ബാങ്ക് അക്കൗണ്ടിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മുഴുവൻ 10 ലക്ഷം രൂപക്ക് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ സമ്പാദ്യത്തിന് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിന് മറ്റൊരു റീസൺ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ പറയാറുണ്ട്, നമ്മളുടെ സമ്പാദ്യം എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഒരൊറ്റ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. സ്പ്ലിറ്റ് ചെയ്ത് പല സ്റ്റോക്കിലായിട്ടോ അല്ലെങ്കിൽ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിലും ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിൽ നമ്മളുടെ സമ്പാദ്യം മുഴുവനായും കൊണ്ടുപോയിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമ്പാദ്യം മുഴുവൻ അവിടെ നഷ്ടമായി എന്ന് വരാം. ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ബാങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമേ DICGCയുടെ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും സസ്പീഷ്യൽ ആക്ടിവിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ നടത്താത്തതായിരിക്കാം, പക്ഷേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഫണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും. സോ അങ്ങനെ പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിലാണ് നമ്മളുടെ സമ്പാദ്യമെങ്കിൽ ആ സമ്പാദ്യം മുഴുവൻ അവിടെ ലോക്കായി പോകും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നമുക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഫ്രീസൊക്കെ ആയി പോയാൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിൻ്റെ മറ്റൊരു റീസൺ നമുക്ക് നമ്മളുടെ ബഡ്ജറ്റ് നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഇൻകം റിസീവ് ചെയ്യാനും വലിയ എക്സ്പെൻസിനായിട്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അതിൽ നിന്നും എല്ലാ മാസവും ഒരു എമൗണ്ട് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മിനിമലായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായെന്ന് വരാം. അതേസമയം നമ്മൾ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ചാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പോലുള്ള ഡേ ടു ഡേ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു
ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാലും നമ്മളുടെ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടിലുള്ള ഫണ്ട് മാത്രമേ നഷ്ടമാവുകയുള്ളൂ. പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് നമുക്ക് അവിടെ സേഫ് ആക്കാനായി സാധിക്കും. പിന്നെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓരോ ബാങ്ക് അക്കൗണ്ടും ഓരോ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരു ബാങ്ക് അക്കൗണ്ട് ട്രിപ്പ് പോകാനുള്ള ഫണ്ട് സേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഓരോ ബാങ്ക് അക്കൗണ്ടും ഓരോ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. അതുവഴി നമ്മളുടെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസിനായിട്ട് ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് മാറ്റി അതിലെ ഫണ്ട് തീരുന്നത് വരെ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാം. മറ്റു അക്കൗണ്ടുകളിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ട് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. ആ രീതിയിലൊക്കെ നമുക്കൊരു കൺട്രോൾ കൊണ്ടുവരാം. നമ്മൾ എമർജൻസി ഫണ്ടും ട്രിപ്പ് പോകാനുള്ള ഫണ്ടൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന അക്കൗണ്ടൊന്നും UPI ആയിട്ട് ലിങ്ക് ചെയ്യാതിരിക്കുക, UPI രജിസ്റ്റർ ചെയ്യാതിരിക്കുക, ഡെബിറ്റ് കാർഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഹാബിറ്റ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിൻ്റെ മറ്റൊരു ആവശ്യകത നമുക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്താം. കൂടുതൽ ഫാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻ നടത്താം. എല്ലാ ബാങ്കും ഒരുപോലെയല്ല, ഓരോ ബാങ്കിനും ഓരോ പ്ലസ് പോയിന്റ് ഉണ്ടാകും. ചില ബാങ്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിരിക്കും. അവർക്ക് ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ആപ്പും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. UPI കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഡൗൺ ടൈം, സർവർ ഡൗൺ ടൈം കുറവായിരിക്കും. സോ നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു നല്ലൊരു ബാങ്കിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടുള്ള ബാങ്ക് മൊബൈൽ ആപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പിന്നോട്ടാണെങ്കിൽ കൂടി നമുക്കൊരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്താനായിട്ട് സാധിക്കും. ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിന് മറ്റൊരു റീസൺ നമുക്ക് എക്സ്ട്രാ റിവാർഡും അതുപോലെ തന്നെ മറ്റു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ബാങ്കിനും വ്യത്യസ്ത തരത്തിലുള്ള റിവാർഡ് സിസ്റ്റവും ക്യാഷ് ബാക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില ബാങ്കിന് നമുക്ക് ഡെബിറ്റ് കാർഡിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ വിവിധ ഇ-കൊമേഴ്സ് പോർട്ടലിൽ വരുന്ന സെയിൽ ടൈം, അതായത് ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അപ്പോൾ അതിലൊക്കെ പല പല ബാങ്കിനായിരിക്കും ഓഫർ. ആ ഒരു സമയത്ത് ഓഫറുള്ള ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമുക്കുണ്ട്, അതിൽ ഡെബിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നേടുവാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രൈമറി ജോലിക്കൊപ്പം നമ്മൾ എന്തെങ്കിലും സൈഡായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം റിസീവ് ചെയ്യാനായിട്ട് സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. പ്രൈമറി ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം റിസീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സൈഡ് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇൻകം റിസീവ് ചെയ്യാനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇൻകം റിസീവ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് നമുക്ക് സേഫ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും നടന്നതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലുള്ള ഫണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടമായി എന്ന് വരാം. അതേസമയം നമുക്കൊരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അത് ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലും ഡേ ടു ഡേ ട്രാൻസാക്ഷനൊക്കെ നടന്നതെങ്കിൽ നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് നമുക്ക് കൂടുതൽ സേഫായിട്ട് നമുക്ക് അവിടെ നിലനിർത്താനായിട്ട് സാധിക്കും. സോ അതാണ് ഇന്നത്തെ കാലത്ത് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകതയായിട്ട് വരുന്നത്. പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് നമുക്ക് സേഫായിട്ട് വെക്കാനായി സാധിക്കും. പിന്നെ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് കുറയ്ക്കാനും സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ എങ്കിൽ പല ബാങ്കിലും ട്രാൻസാക്ഷൻസ് കൂടുന്ന സമയത്ത് ലെഡ്ജർ ചാർജ് അല്ലെങ്കിൽ അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ചാർജ് ഈടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓരോരോ ബാങ്ക് അക്കൗണ്ടിലായിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷനുകളുടെ എണ്ണം ഒരു സിംഗിൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. അതുവഴി നൽകേണ്ടി വന്നിരുന്ന സർവീസ് ചാർജ് നമുക്ക് കുറക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ATM ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മന്ത്ലി നമുക്ക് ഫ്രീ ആയിട്ട് നടത്താൻ സാധിക്കുന്ന ATM ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കണം. അപ്പോൾ ആ ചാർജ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലെ ATM ട്രാൻസാക്ഷൻ നടത്തുന്നതിന് പകരം ആ ഫണ്ട് വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി അത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ATM ട്രാൻസാക്ഷൻ നടത്താം. ഓരോ ബാങ്കിൽ നമുക്ക് 5 ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് കിട്ടാറുണ്ട്. സോ അങ്ങനെ നമുക്ക് ATM ട്രാൻസാക്ഷന് നൽകേണ്ടി വരുന്ന ചാർജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ പലതരത്തിലുള്ള സർവീസ് ചാർജ് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ സർവീസ് ചാർജ് കൂടി പരിശോധിക്കുക. ആദ്യം പറഞ്ഞ രീതിയിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ സർവീസ് ചാർജ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് ആണെങ്കിൽ അതിൽ വെറുതെ ഒരു എമൗണ്ട് എല്ലാ മാസവും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ കൂടി അതിന് ഡെബിറ്റ് കാർഡിന് ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. ചാർജ് കുറഞ്ഞ ഒരു അക്കൗണ്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ SBI അങ്ങനെ ഒട്ടുമിക്ക പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ 8
811 നോർമൽ ജിഡിൽ അക്കൗണ്ട് കൺസിഡർ ചെയ്യാം. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകാം. സോ അങ്ങനെയുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് പോരെ, എന്തിനാണ് സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എന്ന് ചിന്തിച്ചവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. പേഴ്സണലി എനിക്കിപ്പോൾ നിലവിൽ 6 ബാങ്ക് അക്കൗണ്ടാണുള്ളത്. അതിൽ 4 ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. HDFC ബാങ്കിലെ ഒരു സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, പിന്നെ ഫെഡറൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട്, പിന്നെ സ്ലൈസിൻ്റെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 അക്കൗണ്ടാണ് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ 2 ബാങ്ക് അക്കൗണ്ട് കൂടിയുണ്ട്. അത് ക്ലോസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചില ബാങ്ക് അക്കൗണ്ടൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇറ്റ്സ് അബൌട്ട് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സ്മാർട്ട് മണി മാനേജ്മെൻറ്റ്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി